ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഒരു മാറ്റത്തിൻ്റെ അലവലിയാണ് അതിലുണ്ടായിട്ടുള്ളതെന്ന് വേണമെങ്കിൽ നമ്മൾ പറയണം. കാരണം നമ്മൾ സാധാരണ മോഡി എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ പ്രസംഗങ്ങളാണ് കേൾക്കാറുള്ളത്. അദ്ദേഹത്തിലുള്ള കഴിവുകളെ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ സാധാരണ നമുക്ക് കേൾക്കാൻ അവസരം അപൂർവം ഉണ്ടാവാറുള്ളൂ. അപ്പം അങ്ങനെയുള്ള ധാരാളം ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ അദ്ദേഹം ബിസിനസ്മാൻ്റെ മുമ്പിൽ, അത് വിദേശ ബിസിനസ്മാൻ്റെ മുമ്പിലൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൽ ഒതുങ്ങിയിരിക്കുന്ന അതിശക്തിയായ ഒരു വ്യക്തിത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ദിശാബോധം അദ്ദേഹത്തിനുണ്ട്. ഇന്ത്യയെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ശക്തിയായ അഭിവാഞ്ച അദ്ദേഹത്തിലുണ്ട്. അദ്ദേഹം അത് ഗുജറാത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ കുറേ സ്റ്റേറ്റുകൾ ചേർന്നതാണ് ഇന്ത്യ. അപ്പോൾ അത് അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് എന്നെ സംബന്ധിച്ച്. പൊതുവായിട്ട് ധാരാളം എതിർപ്പുകളുണ്ടെങ്കിലും ഇന്ത്യയിൽ മോഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം തന്നെയാണ് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യമല്ല. രമേശ് ജി, നമ്മൾ ജനാധിപത്യ വ്യവസ്ഥിതിയെ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിൽ കൂടെ വോട്ടെടുപ്പിലൂടെ ഇത്രമാത്രം വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന സ്വഭാവമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോഴല്ലേ നമ്മൾ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നുള്ളൂ. കാരണം ഇന്ത്യൻ ജനത ആഗ്രഹിച്ചത് അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചത്. അതിനെ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അത് ഒരു പരീക്ഷണം നമ്മൾ നടത്തണം. കാരണം എത്ര വർഷങ്ങളായി മറ്റുള്ളവർ ഭരിക്കുന്നു ഇന്ത്യയെ. മറ്റൊരു രീതി നമ്മൾ കാണാൻ ശ്രമിക്കുക. അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം, 1950 മുമ്പ് ജനിച്ചവരാരും മന്ത്രിമാരാവണ്ടെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നൊരു റിപ്പോർട്ട് കണ്ടു. പ്രായം കഴിവുള്ളവരെ ഉൾപ്പെടുത്തുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, എത്രമാത്രം ടെക്നോക്രാറ്റ്സിനെയും അതുമാതിരി വിദഗ്ധരെയും കിട്ടുന്നു അത്രമാത്രം ആളുകളെ ഉൾക്കൊള്ളിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ മന്ത്രിസഭകളിലൊക്കെ നമ്മൾ കാണാൻ സാധിച്ചത്, ഇപ്പോൾ ഒരു 10-30 വർഷമായിട്ട് കാണാൻ സാധിച്ചത്, ഈ കോalition ഗവൺമെൻറ് വരുമ്പോൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് വരികയാണ്. ഇന്ന പാർട്ടിക്ക് ഇത്ര കൊടുക്കണം എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് സ്വീകരിച്ചേ തീരും. ഇതിപ്പോൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ നിർബന്ധമായി തയ്യാറാവുകയാണ് ഇവരാണ്. ഇത് ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത് കുറേ അധികം പോർട്ട്ഫോളിയോസ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. എന്നതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രതീക്ഷയോടെ, ഇപ്പോൾ ഏത് സർക്കാർ വന്നാലും ഗൾഫ് മലയാളികൾ വളരെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഗൾഫ് മലയാളികൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഒരു സർക്കാരിനെയാണ് ഗൾഫ് മലയാളികൾ കാത്തിരിക്കുന്നത്. രമേശ്, നമ്മൾ എത്ര റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങൾ മുമ്പിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് അത് പോകാൻ പോവുകയാണ്. പ്രവാസികളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റെപ്രസെൻറ്റേഷൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലുണ്ടാവും. എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് അടുത്ത ആഴ്ച വിശദമായിട്ട് അത് സംസാരിക്കാം. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം കഴിഞ്ഞ ഭാരതീയ പ്രവാസി ദിവസത്തിൽ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്കറിയാം, ഞാൻ അധികാരത്തിൽ വന്ന് തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടാക്കും. ഇതിലൊരു പ്രത്യേകത ഉള്ളത്, അദ്ദേഹത്തിൻ്റെ ഈ അധികാരത്തിലെത്താൻ ഉള്ള പ്രയത്നത്തിൽ വിദേശ ഇന്ത്യക്കാരുടെ ഒരു വലിയ പങ്കുണ്ട്. അത് അദ്ദേഹത്തിന് നിഷേധിക്കാൻ സാധിക്കില്ല. അവരെ ഭാഗത്തുനിന്നുള്ള ശക്തിയായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്യും. അത് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. ഗൾഫ് മേഖലയിലുള്ള ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നമല്ല അമേരിക്കയിലുള്ളവർക്ക്.
യൂറോപ്പിലുള്ളവർക്ക് അതല്ല, വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. എന്നാലും മൊത്തത്തിൽ അദ്ദേഹം അത് കാണും, അഡ്രസ്സ് ചെയ്യും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. എന്തായാലും ഞാനത് ഇന്ന് വൈകിട്ട് കുരിയർ ചെയ്യും, ഇന്ന് രാത്രി മെയിൽ ചെയ്യുകയും ചെയ്യും. അത് വളരെ ശുഭാപ്തി വിശ്വാസമാണ് ആ കാര്യത്തിലുള്ളത്. അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈനയ്ക്ക് പ്രവാസി ചൈനക്കാരുടെ സഹായത്തോടുകൂടി ഇത്രയും വളരാൻ സാധിച്ചുവെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം ഞാനും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടുള്ളതാണ്. അതിനുള്ളൊരു ശ്രമം ഇന്ന് വരെ നടന്നിട്ടില്ല, ഒരു ഗവൺമെൻറ്റും അത് ചെയ്തിട്ടില്ല. പ്രവാസികളായിട്ടുള്ള നമ്മൾ കിട്ടുന്ന പണം മുഴുവൻ ചെലവാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ കാണാൻ സാധിച്ചത്. കാരണം അത് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് 3% ജനസംഖ്യയുള്ള കേരളത്തിൽ 10% പ്രവാസികൾ കേരളത്തിൽ നിന്നാണ്. ഇന്ത്യയിലുള്ള മൊത്തം പ്രവാസികൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 30 മില്യനാണ്. അതിൽ 3 മില്യൺ കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ 10% ആയില്ലേ. അങ്ങനെ വരുമ്പോൾ മറ്റൊരു കണക്കും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 19% ഇന്ത്യക്ക് കിട്ടുന്ന പ്രവാസികളിൽ നിന്ന് കിട്ടുന്ന വിദേശ നാണയത്തിൻ്റെ 19% മലയാളികളാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് എന്ത് നേടുന്നു? ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ സംസ്ഥാനത്ത് എന്ത് മാറ്റം ഉണ്ടായി? വികസനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും വളരെ പിന്നണിയിലാണ്. അപ്പം അതിനെന്തെങ്കിലും ശ്രമം, അപ്പോൾ കേരളം ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. പഞ്ചാബ് എടുക്കാം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഇങ്ങനെ പല നാടുകളിൽ നിന്നും ധാരാളം പ്രവാസികളുണ്ടല്ലോ. ഇവിടെ എല്ലാം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സംസ്ഥാനത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റാൻ സാധിക്കും. ഇന്ന് വരെ അങ്ങനെ ഒരു പരിശ്രമം നടന്നിട്ടില്ല. ഗവൺമെൻറ്, ഉദാഹരണമായിട്ട് കേരള ഗവൺമെൻറ് വളരെ ഹാപ്പിയാണ്. കാരണം ഇന്ന് കേരള ഗവൺമെൻറ്റിന് കിട്ടുന്ന ടാക്സ് യഥാർത്ഥത്തിൽ പ്രവാസികളിൽ നിന്നാണ് അത് കിട്ടുന്നത്. നമ്മളുടെ കുടുംബങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കുന്ന 90,000 കോടി ഉറുപ്പിക കഴിഞ്ഞ വർഷം അയച്ചതിൽ 10,000 കോടി ഉറുപ്പിക പോലും ബാക്കി വന്നിട്ടുണ്ടാവില്ല. 80,000 നമ്മൾ ചിലവാക്കുകയാണ്. അത് ചിലവാക്കുമ്പോൾ ഏത് തരത്തിലുള്ള ചിലവ് ചെയ്യുമ്പോഴും സർക്കാരിന് ടാക്സ് പോകുന്നുണ്ട്, നമ്മളുടെ ഭാഗത്തുനിന്ന് ടാക്സ് കിട്ടുന്നുണ്ട്. അതിൽ സംതൃപ്തി. വേറൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ കിട്ടുന്നത് ഇല്ലാതാവും. ഇപ്പോൾ മദ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും മദ്യഷാപ്പുകൾ അടച്ചതിന് ശേഷം ക്രമസമാധാന പ്രശ്നങ്ങൾ വളരെയധികം കൺട്രോളിലായി, അപകടങ്ങൾ കുറഞ്ഞു. ഇതെല്ലാം മുന്നിൽ കാണാമെങ്കിലും ഗവൺമെൻറ് ചിന്തിക്കുന്ന കാര്യം എന്താ? ടാക്സ് കിട്ടേണ്ട കാര്യമാണ്, അതുകൊണ്ട് ഇത് തുറന്നാലേ ടാക്സ് കിട്ടുള്ളൂ എന്നുള്ള നിലയ്ക്ക് ആ തുറക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അത് ആ ഒരു അവസ്ഥാവിശേഷം നമ്മൾ കാണുന്നത്. എന്തായാലും ചുരുക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യത്യസ്ത ഇന്ത്യയെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രധാനമായിട്ട് നമ്മുടെ പ്രവാസി ശ്രോതാക്കളോട് പറയാനുള്ളത്, ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ പ്രതിഫലനം കാണാൻ സാധിക്കുക സ്റ്റോക്ക് മാർക്കറ്റിലാണ്. ഇന്ത്യയുടെ വികസനത്തിൻ്റെ പങ്കാളിയാവണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഓഹരി കമ്പോളത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങലാണ്. ഇന്നിപ്പോൾ ഇന്ത്യൻ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇന്ന് 24,000 നമ്മളിവിടെ കാണുന്നു. ഈ 24,000 കാണുമ്പോൾ പ്രതീക്ഷ 50,000 എത്തുന്നുള്ളതാണ്. അതിന് കാരണം ഇപ്പം നമുക്കറിയാം, ജപ്പാനിൽ ഇതുപോലൊരു മാറ്റം ഉണ്ടായി. ജപ്പാനിലെ ഷിൻസോ അബെ പ്രൈം മിനിസ്റ്ററായിട്ട് അധികാരത്തിൽ ചെന്നപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിപ്ലവം തന്നെ അവിടെ നടന്നത്. അദ്ദേഹം അധികാരത്തിലെത്തി 6 മാസം കൊണ്ട് അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് 80% വർദ്ധിച്ചു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് വ്യക്തമായ ഭൂരിപക്ഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടുമെന്ന് സൂചന കിട്ടിയ സന്ദർഭം കൊണ്ട് തന്നെ 25% മാറ്റമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇതെല്ലാം കാണുമ്പോൾ പ്രിയ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള നന്നായി പെർഫോം ചെയ്യുന്ന കമ്പനികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു ഭാഗത്തിനുള്ള മാറ്റം ഇപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. ഇനി ഉണ്ടാവാൻ പോകുന്നത് വൻകിട കമ്പനികളുടെ പ്രൈസ് ഉയർന്നു കഴിഞ്ഞാൽ
അത് സാധാരണക്കാരന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിലയ്ക്കുള്ള പ്രൈസ് കാണുമ്പോൾ അവരുടെ താല്പര്യം, അവരുടെ ശ്രദ്ധ ചെറിയ കമ്പനികളിലേക്ക് മാറും. ചെറിയ കമ്പനി എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിൻ്റെ 10-15 ഇരട്ടി ഓരോ വർഷവും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അത്തരം കമ്പനികൾ സെലക്ട് ചെയ്ത് ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ വളരെയധികം പ്രതിഫലം അതിൽ കിട്ടും. യാതൊരു സംശയമില്ലാത്തൊരു സിറ്റുവേഷൻ. നമുക്കറിയാം, നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ ITC 320 റുപ്യ വെച്ച് റെക്കമെൻഡ് ചെയ്തതാണ്. ഇപ്പോൾ 355. റിലയൻസ് ഇൻഡസ്ട്രി 876 നമ്മൾ വാങ്ങിക്കാൻ പറയുമ്പോൾ 1092 HDFC 642 നമ്മൾ പറഞ്ഞത് 819. ICICI ബാങ്ക് 1038 പറഞ്ഞ് 1474. ചുരുങ്ങിയ സമയം കൊണ്ടുള്ള മാറ്റമാണ് ഞാൻ പറയുന്നത്. ലാർസൻ ട്യൂബ്രോ നമ്മൾ 700 പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴ് 1472, ഇരട്ടിയിൽ കൂടുതൽ. ടാറ്റ മോട്ടോഴ്സ് 377 നമ്മൾ പറഞ്ഞത് 445. ONGC 272 പറഞ്ഞത് 432. യെസ് ബാങ്ക് 335 പറഞ്ഞത് 557. അതേസമയത്ത് നമ്മൾ പറഞ്ഞ ഓഹരികൾ ഉദ്ദേശിച്ചത്ര മുകളിലേക്ക് പോകാത്തത് 1-2 ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ചിലത് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഈ മാർക്കറ്റിൽ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് സെലക്ട് ചെയ്യാവുന്ന 5 സ്റ്റോക്സിൻ്റെ പേരും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജൂബിലിയൻ്റ് ഫുഡ്, ഇന്ത്യയിൽ പിസയുടെ ഫ്രാഞ്ചൈസിയുള്ള കമ്പനിയാണ്, വളരെയധികം സ്കോപ്പുള്ളതാണ്. വിപ്രോ, IT കമ്പനികളിൽ വിപ്രോയുടെ ഭാവി വളരെ ശോഭനമാണ്. ഹെക്സാവെയർ അനദർ IT കമ്പനിയാണ്, അത് വളരെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കോൾ ഇന്ത്യ മറ്റൊരു കമ്പനിയാണ്. ഒബിറോയ് റിയാലിറ്റി. ഇതിനും പുറമെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിൽ, അതുപോലെ തന്നെ ഗുജറാത്ത് ബേസ്ഡ് പല കമ്പനികളും, അതുപോലെ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകൾ, FMCG, ഓട്ടോമൊബൈൽ, ഇത്തരം കമ്പനികളിലെല്ലാം കാര്യമായ മാറ്റം ഉണ്ടാകും. ആ മാറ്റങ്ങൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള സന്ദർഭങ്ങളിൽ ഇവൻ ഓഹരി കമ്പോളത്തിൽ ചെയ്യാത്തവരാണെങ്കിൽ പോലും ഡെപ്പോസിറ്ററി അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് കഴിയുന്ന രൂപത്തിൽ നിക്ഷേപം നടത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുക, ഇപ്പോൾ രമേശ്ജിക്ക് നന്നായിട്ടറിയാം, നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മളെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എന്തുമാത്രം മാറ്റമാണ് നമുക്ക് ദർശിക്കാൻ സാധിച്ചത്. അപ്പോൾ അവസരങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം ഈ ഓരോ അവസരം വരുമ്പോഴും നമ്മൾ വെറുപ്പോടുകൂടി മാറി നിൽക്കുന്ന ആ പ്രവണത മാറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തുക, ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗപ്പെടുത്തുന്ന ഒരു സ്വഭാവം നമ്മൾ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതുകൊണ്ട് ബെനിഫിറ്റേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അഹല്യ ജീവിതരേഖ brought to you by Ahalya Hospital. ആതുര സേവന രംഗത്ത് മലയാളികളുടെ ആത്മമിത്രം. Powered by Majestic Optics Abu Dhabi. Phone 02-6455-803. In association with Shaheen Restaurant. Call 02-666-2611. SATA Sharjah Airport Travel Agency. Call 06-561-8888 or visit satatravels.com. Ahalya ജീവിതരേഖ. Happy Journey. ये non-stop drive time entertainment show 5 p.m. to 6 p.m. Brought to you by Super Flash Electronics and Home Appliances. Powered by Indulega Bringa Oil for Hair in association with Ghazal Valley Restaurant. FFC ഇനി മുസഫ ഷാബിയ ടെന്നിലും. Happy Journey.
ഗൾഫിൽ ആദ്യമായി ഒരു ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയിൽ നിന്ന് നിങ്ങൾക്ക് 10.5 കിലോഗ്രാം സ്വർണ്ണ സമ്മാനം. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കുന്ന തികച്ചും അതുല്യമായ ഷോപ്പിംഗ് പ്രൊമോഷൻ ഗ്രാൻഡ് ഗോൾഡ് ഫെസ്റ്റ്. ദുബായിലെയും കുവൈറ്റിലെയും ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്നോ ഖത്തറിലെ ഗ്രാൻഡ് മാൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നോ 50 ദിർഹത്തിന് തുല്യമായ ഷോപ്പിംഗ് നടത്തൂ. 1300 പേർക്കായി 10500 ഗ്രാം സ്വർണം സമ്മാനമായി നേടാനുള്ള കൂപ്പൺ കരസ്ഥമാക്കൂ. മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ ഗോൾഡ് പ്രൊമോഷൻ അനുഭവിക്കൂ. അപൂർവമായ ഗ്രാൻഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ്, കുവൈറ്റ് ആൻഡ് ഗ്രാൻഡ് മാൾ ഖത്തർ. ഇന്ദുലേഖ വൈറ്റ് സോപ്പ് എന്തുകൊണ്ട് വ്യത്യസ്തമെന്നല്ലേ? നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയ ബ്യൂട്ടിഫുൾ സ്കിൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. അതിന് 80% TFM അടങ്ങിയ ക്രീമി ഫീൽ കിട്ടുന്ന 100% വെജിറ്റേറിയൻ സോപ്പ് തേച്ചാണ് കുളിക്കേണ്ടത്. ആനിമൽ ഫാറ്റ് തീരെ ഇല്ലാത്ത സോപ്പ്. ഈ വക സൗന്ദര്യ ലക്ഷണങ്ങളെല്ലാം അടങ്ങിയ ഒരേ ഒരു ഗ്രേഡ് 1 സോപ്പാണ് ഇന്ദുലേഖ വൈറ്റ് സോപ്പ്. ഇന്ദുലേഖ വൈറ്റ് സൗന്ദര്യം ഇനി നിങ്ങളെ തേടി വരും. ഇന്ദുലേഖ വൈറ്റ് സോപ്പ് ഇപ്പോൾ ഗൾഫിൽ എല്ലായിടത്തും ലഭ്യം. ക്രമം തെറ്റിയതും വിടവുള്ളതുമായ പല്ലുകൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുന്നുണ്ടോ? എങ്കിൽ ശ്രദ്ധിക്കൂ. പുറമേക്ക് കാണാത്ത വിധത്തിൽ പല്ലിൽ കമ്പിയിടുന്ന ഇൻകോഗ്നിറ്റോ ഇൻവിസിബിൾ ബ്രേസസ് ടെക്നോളജി അബുദാബിയിൽ ആദ്യമായി അപ്പോളോ മെഡിക്കൽ സെന്ററിൽ ആരംഭിച്ചിരിക്കുന്നു. കൂടാതെ ടൂത്ത് കളർഡ് ബ്രേസസ്, ക്ലിയർ അലൈനേഴ്സ്, ഹാബിറ്റ് ബ്രേക്കിംഗ് അപ്ലയൻസസ്, ഓർത്തോഗ്നാറ്റിക് പ്രൊസീജിയേഴ്സ് തുടങ്ങിയ അത്യാധുനിക ദന്ത ചികിത്സാ സൗകര്യങ്ങൾ ഓർത്തോഡോണ്ടിസ്റ്റിലെ ഗോൾഡ് മെഡലിസ്റ്റ് ഡോക്ടർ സാം തോമസിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ അപ്പോളോയിൽ ലഭ്യമാണ്. ഒപ്പം ജനറൽ ഡെന്റിസ്ട്രിയിൽ ഡോക്ടർ പ്രതിഭയുടെ സേവനവും. അപ്പോളോ മെഡിക്കൽ സെന്റർ ഇപ്പോൾ അന്താരാഷ്ട്ര അംഗീകാരമായ ISO സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു. അപ്പോളോ മെഡിക്കൽ സെന്റർ, BHS ബിൽഡിംഗ്, ഹംദാൻ സ്ട്രീറ്റ്, അബുദാബി. ഫോൺ 0263977733, മൊബൈൽ 05013633652. ഡീൽ ഓഫ് ദ ഡേ ഓഫറുമായി അറോമ റെന്റ് കാർ വിജയവീഥികളിൽ നിങ്ങളോടൊപ്പം. വിവിധതരം പുതുപുത്തൻ കാറുകൾ അവിശ്വസനീയ വിലക്കുറവിൽ. ഫോർ ബുക്കിംഗ് ലോഗ് ഓൺ ടു aromarentcar.com or call 800-27662. ഈ പരിമിത ഓഫർ കരസ്ഥമാക്കാൻ ഉടൻ അരോമ ബ്രാൻഡ് സന്ദർശിക്കൂ. അബുദാബി, മുസഫ, അജ്മാൻ, ലുലു സെന്റർ, ബർദുബായ്, ദേര, കരാമ, അൽഖൂസ്. അരോമ റെന്റ് കാർ, ഡ്രൈവ് ടു സക്സസ്. വാർത്തകളിലെ യാഥാർത്ഥ്യങ്ങൾ, നേരിട്ടറിഞ്ഞ നേരുകൾ. ഒരു വാർത്താ ദിനത്തിന്റെ പൂർണ്ണത. ശനി മുതൽ വ്യാഴം വരെ വൈകുന്നേരം 6 മണിക്ക്. Lulu News Hour, brought to you by Lulu Hypermarkets, Supermarkets and Department Stores in association with മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, Focus Electronics, Mariposa Undergarments, South Indian Bank, Asian Gulf Travels, Olive Builders. Lulu News Hour. Beauty tips. പാലുകൊണ്ട് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കാൻ സാധിക്കും. കാൽസ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്നത് പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലുമാണ്. പാൽ നല്ലൊരു ക്ലെൻസർ ആണ്. പുറത്തൊക്കെ പോകുന്നതിന് മുൻപായിട്ട് പാൽ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത ശേഷം തുടക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായി കിട്ടുകയും ചർമ്മം നല്ല മൃദുലവും മിനുസും ഒക്കെ ആയി കിട്ടും. ഈ പാലും ഉപ്പും ചേർത്ത് യോജിപ്പിച്ച് മുഖത്ത് പുരട്ടിയാൽ ചർമ്മത്തിന് പൂ പോലുള്ള മാർദ്ദവും അതുപോലെ പട്ടുപോലെ മിനുസവും കിട്ടും. Beauty tips. Brought to you by Mariposa Undergarments for women and girls. ശുദ്ധമായ കോട്ടൺ, സ്പാൻഡെക്സ് മെറ്റീരിയൽ നൽകുന്ന കംഫർട്ട്. അവൈലബിൾ അറ്റ് ലുലു, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ്സ് അക്രോസ് GCC. Beauty tips. Ahalya Jeevitharekha. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിയിൽ ജിയോജിത് സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനുമായ ശ്രീ KV ഷംസുദ്ദീനാണ്. നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യൻ റുപ്പിയുടെ കാര്യമാണ്. ഇന്ത്യൻ റുപ്പി ഇപ്പോഴും നമ്മൾ കാണുന്നത് 2-3 കാര്യമാണ്. ഡയറക്റ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ചില നൂലാമലകളൊക്കെ ഇപ്പോഴുണ്ട്. അതെല്ലാം ക്ലിയറായി കഴിഞ്ഞാൽ ഇന്ന് ലോകത്ത് മറ്റെവിടെയും കിട്ടാത്ത റിട്ടേൺ ഇപ്പോഴും വിദേശികൾക്ക് കിട്ടുന്നത് ഇന്ത്യയിലാണ്. മറ്റു ലോകത്തിൽ എവിടെയും കിട്ടാത്ത അത്ര റിട്ടേൺ ഇപ്പോഴും തന്നെ ഇന്ത്യയിൽ കിട്ടുന്നുണ്ട്. അതേസമയത്ത് ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഒരു 7% ആവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം അങ്ങനെ ആവുമ്പോൾ അത് കൂടാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനോടൊപ്പം തന്നെ ഇപ്പോഴേ നമ്മൾ കാണുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. അവർ ഓഹരിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ബോണ്ടുകളിലും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും വിദേശ നാടുകളിലൊക്കെ പെൻഷൻ ഫണ്ട് ഇങ്ങനെയുള്ളവർ ധാരാളം ഉണ്ടല്ലോ. അവരെ ഇന്ത്യൻ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ ഒരു തടസ്സം ഉണ്ടായിരുന്നത് ഇന്ത്യൻ റുപ്പി
ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. ഇപ്പോൾ അത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ധാരാളം ഇന്ത്യയിലേക്ക് വരികയാണ്. ഇത് വന്നു കഴിയുമ്പോൾ ആ സൂചന കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ റുപ്പി സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഒരു 50-നും 55-നും ഇടയിൽ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാനാണ് സാധ്യത. കാരണം വളരെയധികം താഴോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസിൻ്റെ വാല്യൂ കൂടുതൽ ഉയർത്താനും ഒരു പക്ഷേ ശ്രമിക്കില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എക്സ്പോർട്ടിനെ മറ്റും ബാധിക്കുന്ന പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു പരിമിതപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. മറ്റൊരു അനുകൂലമായ സാഹചര്യം മോഡിക്ക് ലഭിച്ചിട്ടുള്ളത് പെട്രോളിയം പ്രൈസ് താരതമ്യേന കുറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യം കാണുന്നു. ഗോൾഡ് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കാണുന്നു. ഈ പെട്രോളിയം പൈസ ഇതിന്റെ ക്യാപ്പ് എടുത്ത് കളഞ്ഞത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെയുള്ള അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുണ്ടാകുന്ന തോന്നുന്നില്ല. കാരണം ഫ്രീ എക്കോണമി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫ്രീ എക്കോണമി ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ കാണുന്നത് ഇവിടെയൊക്കെ ഫ്രീ എക്കോണമി തന്നെ ഉള്ളത്. പക്ഷെ അതൊരു സ്റ്റേബിളായിട്ടുള്ള നിലയ്ക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് അതല്ല ഉണ്ടായിരുന്നത്. ആ ഒരു സ്ഥിതിവിശേഷം ഇന്ത്യയിൽ വരാനേ സാധ്യതയുള്ളൂ. പക്ഷെ അതേ സമയത്ത് പെട്രോളിയം കമ്പനികൾ നമ്മൾ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്ത്യയിലെ എല്ലാ പെട്രോളിയം കമ്പനികളും ഓരോ വർഷം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നമ്മൾ ഈ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. എന്നിട്ടും പറയുന്ന പെട്രോളിയം കമ്പനികൾ നഷ്ടത്തിൽ ഓടുന്നത് അതുകൊണ്ടാണ്. നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന പല്ലവിയാണ്. ഇന്ത്യ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി വിലക്കയറ്റമാണ്. അത് വലിയൊരു പ്രതിസന്ധിയാണ് ഇന്ത്യ മുഴുവൻ. ആ വിലക്കയറ്റത്തിൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിലിടയ്ക്ക് എത്ര ധാന്യം നമ്മൾ നശിപ്പിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക. പട്ടിണി കിടക്കുന്ന, ഒരു നേരത്തെ പശിയടക്കാൻ കഷ്ടപ്പെടുന്ന ജനങ്ങളുള്ള രാഷ്ട്രത്തിലാണ് തീർച്ചയായിട്ടും നമ്മൾ നശിപ്പിച്ച് കളയുന്നത്. ആർക്കും അവിടെയാണ് ഉപയോഗശൂന്യമായിട്ട് കളയുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ജയലളിത തമിഴ്നാട്ടിൽ അരി 1 റുപ്യക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കി. എന്നതുപോലെ 1 റുപ്യക്ക് കൊടുത്തോട്ടെ, അല്ലെങ്കിൽ വെറുതെ കൊടുക്കുകയായിരുന്നെങ്കിലും പട്ടിണി പാവങ്ങളുടെ പശിയടക്കാൻ സാധിക്കുമായിരുന്നു. അതിന് പകരം നശിപ്പിച്ച് കളയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു അറുതി വരും. അതുമാതിരി ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും, ഉൽപാദനക്ഷമത കൂട്ടിക്കൊണ്ട് അത് വേണ്ടത്ര വേഗത്തിൽ എത്താവുന്ന സാഹചര്യം ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് രമേശ്, ഇപ്പം നമ്മുടെ കേരളത്തിൽ വലിയ റീറ്റെയിൽ ഷോപ്പുകൾ വന്നു. റീറ്റെയിൽ ഷോപ്പുകൾ ആദ്യം വരുമ്പോൾ കരി ഓയിൽ ഒഴിച്ചും മറ്റും പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ അവിടെ നിന്ന് സാധനം മേടിക്കുന്നത്. അവിടെ കേരളത്തിലുണ്ടാകുന്ന പച്ചക്കറികളും പഴവും നേന്ത്രപ്പഴവും ഒക്കെ അവിടെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മിതമായ വിലയ്ക്ക് നമുക്ക് തന്നെ സെലക്ട് ചെയ്ത് മേടിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന് സാഹചര്യം ഒരുക്കിയത് എന്താണ്? ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകും. കാരണം അത് ഉണ്ടായില്ലെങ്കിൽ മോഡിയെ സംബന്ധിച്ച് വ്യക്തമായിട്ടറിയാം, ജനങ്ങളുടെ വികാരം തികച്ചും മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. ഇത്തരം കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ആദ്യത്തെ ഒരു 6 മാസത്തിലിടയ്ക്ക് അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ ജനങ്ങളെ മനസ്സ് അദ്ദേഹത്തിന് കയ്യിലെടുക്കാൻ സാധിക്കുള്ളൂ. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ രൂപഭാവങ്ങൾക്ക് മാറ്റമുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമി ആയാൽ അത്ഭുതപ്പെടാനില്ല. ഇന്ത്യയുടെ BSE ഇൻഡെക്സ് നമ്മൾ 24,000 കാണുന്നത് ഒരു 4 വർഷം കഴിയുമ്പോഴേക്ക് 50,000 ആയാൽ അത്ഭുതപ്പെടാനില്ല. ഇതിനെല്ലാം ഉള്ള സാധ്യതകളുണ്ട്. ഇനി അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായ ചില സംഭവവികാസങ്ങൾ ഉണ്ടാവണം. അതിന് ഇന്ത്യയെ സംബന്ധിച്ച് പറയണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണമുള്ള ഒരു നാടാണ് ഇന്ത്യ. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യയിലെ എല്ലാ നാനാഭാഗത്തും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഓരോ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് അതിനെ അതിജീവിക്കാനും പിടിച്ചു നിൽക്കാനും കഴിയുന്ന
ഒരു അസാധാരണ ശക്തി ഇന്ത്യക്കുണ്ട്. അത് നേതാക്കന്മാരുടെ നമ്മൾ പലപ്പോഴും കണ്ടത് ലോകരാഷ്ട്രങ്ങളൊക്കെ ഒലഞ്ഞു നിന്നപ്പോഴും ഒക്കെ ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള പിടിച്ചു നിൽക്കാൻ നമുക്ക് ഒരു എക്കണോമിയിൽ നിന്ന രാജ്യമാണ്. അതെ, ഇപ്പൊ ലോകം മുഴുവനുള്ള ബാങ്കുകൾ തകർന്ന് തരിപ്പണമായപ്പോൾ ഇന്ത്യയിൽ ഒരൊറ്റ ബാങ്കിന് പ്രശ്നം ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇന്ത്യയുടെ ശക്തിയാണ് നമ്മൾ കാണേണ്ടത്. അതുപോലെ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു പ്രശ്നമുണ്ട്. ഒരു കാലത്ത് ലോകരാഷ്ട്രങ്ങളിലെ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ നിയമ സംവിധാനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിരുന്ന സ്ഥാനത്ത് സെബിയുടെ നിയമസംഹിത മറ്റുള്ളവർ ഇപ്പോൾ ശേഖരിക്കുകയാണ്. നമ്മൾ ശ്രോതാക്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോൾസ് എടുക്കാം. ഹലോ ഹലോ, രമേശ്. നമസ്കാരം. മൊയ്തീനാണ്. പറയൂ മൊയ്തീൻ. കൊടുക്കോ? ഷംസുദ്ദീൻ കേൾക്കുന്നുണ്ട്. മൊയ്തീൻ. അലൈക്കും അസ്സലാം. മൊയ്തീനാണ്. പറയൂ. എന്തൊക്കെയുണ്ട്? നല്ലത് തന്നെ. കുട്ടികളെല്ലാം എല്ലാവരും സുഖമായിരിക്കുന്നു. അതെ, പറയൂ. ഇപ്പോഴത്തെ ഈ പരിസ്ഥിതിയിലെ നമുക്ക് ഇപ്പൊ പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ റുപ്പീസ് 18% സ്ട്രോങ് ആയിരിക്കുന്നു. അതേ സ്ഥാനത്ത് അവര് ഫണ്ട് പറഞ്ഞിരുന്നത് ഇത് ഈ എന്താണെന്ന് വെച്ചെങ്കിൽ ഇത് കൂടാൻ കാരണം ഇന്ത്യൻ റുപ്പീസ് കുറവ് ഇത് താഴോട്ട് വന്നുകൊണ്ടാണ് ഡോളർ റേറ്റ്. പക്ഷെ അതേ സ്ഥാനത്ത് നമുക്ക് ഇന്നിപ്പോ പെട്രോൾ 18% കൂടിയിരിക്കുന്ന ഇന്ത്യൻ റുപ്പീസ് സ്ട്രോങ് ആയിട്ട്. ആ കുറവ് പെട്രോൾ ഉൽപ്പന്നങ്ങളിൽ വരുന്നില്ലല്ലോ. അത് മൊയ്തീൻ ഇപ്പോഴ് ത്രിശങ്കു സ്വർഗത്തിലാണ് ഇന്നും നാളെയും. ഈ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരട്ടെ, അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അത് അവർക്കൊരു 6 മാസം സമയം കൊടുക്കൂ. എന്നിട്ട് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അതിന് പ്രസക്തിയുണ്ട്. അല്ലാതെ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഗവൺമെന്റ് UPA ഗവൺമെന്റാണ് ഇപ്പോൾ ഇന്നും നാളെ ഉണ്ടാവുക. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി പുതിയ ഗവൺമെന്റ് വന്ന് എന്ത് ചെയ്യുന്നു നോക്കിയതിന് ശേഷം നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ അത് പ്രസക്തമായിരിക്കും. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇത് നമ്മൾ ഇവിടുന്ന് പ്രവാസികളെ 90 അയക്കുന്ന പൈസ ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിൽ അയക്കുകയാണെങ്കിൽ, അതവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ, അതിന്റെ ലാഭം നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ അത് കുറേം കൂടെ ഉപകാരപ്രദമാവുമല്ലേ? അതെല്ലാം ഉപകാരപ്രദം. ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കോർപ്പറേറ്റ് അടിസ്ഥാനത്തിൽ നമ്മുടെ പൈസ ലാഭകരമായ വിധത്തിൽ അയക്കാനുള്ള പൈസ അയച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. മൊയ്തീൻ മനസ്സിലാക്കൂ, പൈസ ഇവിടുന്ന് അയച്ചതുകൊണ്ട് കാര്യമില്ല. ഇപ്പോ മൊയ്തീൻ തന്നെ ചെയ്യുന്ന ആളാണ്. മൊയ്തീൻ ഓഹരികളിലൊക്കെ നിക്ഷേപിക്കുന്ന ആളാണ്, എനിക്കറിയാം. വളരെ കാലങ്ങളായിട്ട് നിക്ഷേപിക്കുന്ന ആളാണ്. അപ്പോ മൊയ്തീനെ പോലെ മൊയ്തീൻ്റെ ഇൻകം വളരെ പരിമിതമായിട്ടുള്ള ഇൻകം ഉള്ള കാലം മുതലേ മൊയ്തീൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. അതില് അഗാധമായ പരിജ്ഞാനം ഉണ്ടായിട്ടുള്ള വ്യക്തിയാണ്. ഒരു 10-25 വർഷമായിട്ട് ചെയ്തതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ ഞാൻ പറയും, മൊയ്തീനെ പോലുള്ള ആളുകൾക്ക് ഇവിടെയുള്ള ഓരോ വ്യക്തിക്കും അങ്ങനെ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് മൊയ്തീൻ്റെ അനുഭവം എടുത്തു നോക്കൂ. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടിയിട്ടുള്ള റിട്ടേൺ ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ കൂടിയ റിട്ടേൺ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ലേ? അപ്പോ ഇവിടെ ജീവിക്കുന്ന, വിദേശത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു മൊയ്തീൻ ആവാമായിരുന്നു. വേണമെങ്കിൽ മൊയ്തീനെ പോലെ ഒരാളാകാമായിരുന്നു. എനിക്കറിയാം 25 വർഷം മുമ്പ് മൊയ്തീൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മൊയ്തീൻ്റെ ഇൻകം എത്ര ആയിരുന്നു എന്ന് എനിക്കറിയാം. അതേസമയത്ത് ഇന്ന് എത്രയോ ഉയർന്നിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു മൊയ്തീൻ ആകാൻ ഇവിടെയുള്ള ഓരോ പ്രവാസിക്കും സാധിക്കുമായിരുന്നു. ആ മനസ്സ് നമുക്കില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? കിട്ടുന്ന പൈസ വീട്ടുകാർ പറയുന്നത് എല്ലാം മൂളിക്കൊണ്ട് അവരുടെ ആവശ്യത്തിന് പണം ഇങ്ങനെ അയച്ചു കൊടുക്കുക. അവരത് എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കാതിരിക്കുക. അതാണ് നമ്മൾ നമ്മുടെ കയ്യിലാണ് അതിന്റെ തെറ്റ്. ആ കാര്യത്തിൽ ഗവൺമെന്റിന് ഇടപെടാൻ സാധിക്കില്ല. ഒരുപാട് മുന്നേ ചിന്തിക്കേണ്ടതായിരുന്നു. നമ്മൾ ഇതെല്ലാം ഓരോ ജില്ലകൾ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നാടുകളെ അടിസ്ഥാനത്തിലോ നമ്മളിത് അയക്കുകയോ അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾക്ക് തന്നെ അതിന്റെ റിട്ടേൺ കിട്ടുമായിരുന്നു. അത് മൊയ്തീനപ്പോലുള്ള ആളുകള് ഇപ്പൊ ഞാൻ പറയുമ്പോൾ വിചാരിക്കും ഞാനൊരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആയതുകൊണ്ട് ഇയാള് ചിലപ്പോൾ അയാളെ കമ്പനിക്ക് ഗുണമുണ്ടാക്കാൻ വേണ്ടി പറയണമെന്ന് വിചാരിക്കും. അതേസമയത്ത് മൊയ്തീനെപ്പോലുള്ള വ്യക്തികള് ജനങ്ങളോട്
മൊയ്തീൻ്റെ നാട്ടുകാരോട്, മൊയ്തീൻ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് മൊയ്തീൻ്റെ അനുഭവം എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടെങ്കിൽ കാര്യമായ മാറ്റം നമുക്കുണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു മൊയ്തീൻ. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക്. Ahalya Jeevitharekha. Brought to you by Ahalya Hospital. ആതുര സേവന രംഗത്ത് മലയാളികളുടെ ആത്മമിത്രം. Powered by Majestic Optics Abu Dhabi. Phone 02-6455-803. in association with Shaheen Restaurant. Call 02-666-2611. SATA Sharjah Airport Travel Agency. Call 06-561-8888 or visit satatravels.com. Ahalya Jeevitharekha. Evening Cafe. A place for news, entertainment and chit-chat. Brought to you by Al Rawabi Group Qatar. Now, amazing Golden Drive promotion. Powered by Life Care Hospital. Musafa 02-414-8200. Banias 02-5856-333. in association with Biryani Hut. Call 02-633-2112. Qatar UAE Exchange, Doha, Qatar. Ultima, your ultimate choice. Grand Hypermarket, Dubai, Kuwait and Grand Mall, Qatar. Evening Cafe. ദാ അതാണ് തലശ്ശേരി ബീച്ച്. ദാ അവിടെയാണ് 200-ലേറെ വർഷം പഴക്കമുള്ള ഓടത്തിൽ പള്ളി. ഇങ്ങോട്ട് തിരിഞ്ഞ് അല്പം പോയാൽ മാഹി. സ്വപ്നം കണ്ടത് മതി, തലശ്ശേരി അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടല്ലേ? എങ്കിൽ നമുക്കിന്ന് ഗീ റൈസ് റെസ്റ്റോറന്റിൽ പോകാട്ടോ. തലശ്ശേരിയുടെ അതേ പശ്ചാത്തലമൊരുക്കി മുസഫയിൽ ഗീ റൈസ് റെസ്റ്റോറന്റ്. തനി തലശ്ശേരി വിഭവങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയായ ഗീ റൈസ് കോംബോയും. ഗീ റൈസ് റെസ്റ്റോറന്റ്, ഷാബിയ 10, മുസഫ. ഫോൺ 02-5578-188. ഉണങ്ങാത്ത നാളികേരത്തിന്റെ പാലിൽ നിന്നും എടുത്ത വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഇന്ദുലേഖ ഭൃംഗയുടെ ബേസ് ഓയിൽ. കരുത്തുറ്റ മുടിയിഴകളുടെ രഹസ്യം ഇവിടെ ചുരുളഴിയുന്നു. ഇന്ദുലേഖ ഭൃംഗ ഓയിൽ ഫോർ ഹെയർ. ഇറ്റ് വർക്ക്സ്. ഡീൽ ഓഫ് ദ ഡേ ഓഫറുമായി അറോമ റെന്റ്-എ-കാർ വിജയവീഥികളിൽ നിങ്ങളോടൊപ്പം. വിവിധതരം പുതുപുത്തൻ കാറുകൾ അവിശ്വസനീയ വിലക്കുറവിൽ. ഫോർ ബുക്കിംഗ് ലോഗ് ഓൺ ടു aromarentcar.com or call 800-27662. ഈ പരിമിത ഓഫർ കരസ്ഥമാക്കാൻ ഉടൻ അരോമ ബ്രാൻഡ് സന്ദർശിക്കൂ. അബുദാബി, മുസഫ, അജ്മാൻ, ലുലു സെന്റർ, ബർദുബായ്, ദേര, കരാമ, അൽഖൂസ്. അരോമ റെന്റ്-എ-കാർ, ഡ്രൈവ് ടു സക്സസ്. You are listening to Asianet Radio 657 AM. Ahalya Jeevitharekha. ജീവിതരേഖ തുടരുന്നു. സാമ്പത്തിക ആസൂത്രണവും നിക്ഷേപ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ബർജിയിൽ ജിയോ സെക്യൂരിറ്റീസിന്റെ ഡയറക്ടർ ശ്രീ KV ഷംസുദ്ദീനാണ്. വിളിക്കേണ്ട നമ്പർ 0439141163. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ്. ഞാൻ ഹക്കീമാണ്, ദുബായ്. പറയൂ ഹക്കീം. ഹക്കീം ഷംസുദ്ദീനാണ്, കേൾക്കുന്നുണ്ട്, പറഞ്ഞു, ചോദിച്ചോളൂ. ഷംസുദ്ദീൻ സാർ, ഞാൻ വളരെ നിങ്ങളെ ഓഫീസിന്റെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ വളരെ എന്താ പറയാ, ഞാൻ 1-2 വർഷമായിട്ട് നിങ്ങൾ ഓഫീസായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ്. വളരെ നല്ല റെസ്പോൺസ് ആണ്. കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറയാണ്, വളരെ എന്താ പറയാ, നമുക്ക് ക്വിക്ക് റെസ്പോൺസ് കിട്ടും. അതുപോലെ എടുത്തു പറയണം മിസ്റ്റർ രാജേഷ്, മിസ്റ്റർ എബിച്ചൻ, വളരെ നല്ല പിന്നെ അവരുടെ ജോലിയോട് അവർ കാണിക്കുന്ന ആത്മാർത്ഥയും നമ്മളോടൊക്കെയുള്ള സ്നേഹവും. ഇപ്പൊ ഇതുണ്ടായിരുന്നു, എന്താണ് മറ്റേ റിലയൻസിന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഞാൻ അതിൽ പങ്കെടുത്തിരുന്നു. വളരെ ഏതാണ്ട് എല്ലാ പ്രവാസികളും ഇതുപോലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കണം തന്നെയാണ് എന്റെ വിനീതമായ ഒരഭിപ്രായം. നല്ല സർവീസാണ്, നല്ല എന്താ പറയാ, നമുക്കുണ്ടാവുന്ന ലാഭങ്ങളെ കുറിച്ചും നഷ്ടങ്ങളെ കുറിച്ചും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടൊരു നിക്ഷേപ മാർഗം. ഇത് ഞാൻ ഹൃദയത്തിൽ നിന്ന് തന്നെ എടുത്ത് പറയാണ്. ഷംസുദ്ദീൻ സാർ അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ ഓരോ പരിപാടി കേൾക്കുമ്പോഴും എനിക്കറിയാം. വളരെ നല്ല. പക്ഷെ അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞങ്ങളെക്കാൾ കൂടുതൽ ഇത്രയും അനുഭവസ്ഥനായിട്ടുള്ളൊരു വ്യക്തിയാണ് താങ്കളിൽ നിന്ന് മറ്റുള്ളവരെ അറിയുമ്പോഴാണ് അതിന് കൂടുതൽ ഫലം ഉണ്ടാവുക. പറഞ്ഞ അവരും രക്ഷപ്പെടട്ടെ, ആ നിലയ്ക്ക് നമ്മൾ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മൾ ഓരോരുത്തരും കൊടുക്കുക. പോയി എന്നുള്ള വ്യക്തിയാണ്. പക്ഷെ എന്താണ്, നിരന്തരം നിങ്ങളുടെ സ്പീച്ച് കേട്ട് തന്നെ അതിലേക്ക് ഇൻവോൾവ് ആയി. ഇപ്പൊ ഞാനും എന്താണ് അതിനോട് എനിക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വളരെ നല്ലത്. ഇനിയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. സർവേയിലൊക്കെ പങ്കെടുത്ത് എനിക്ക് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഓഫീസ് സ്റ്റാഫിനോട് നമ്മളെ പ്രത്യേകം നന്ദി അറിയിക്കും. തീർച്ചയായിട്ടും ഞാൻ അറിയിക്കാം. ഹലോ. ഹലോ,
ഗുഡ് മോർണിംഗ് ജീവിതരേഖ. ഗുഡ് മോർണിംഗ് സർ. ഷംസുദ്ദീൻ സാറിനോടും സംസാരിക്കാം. എന്റെ പേര് സയ്യിദ്. ഞാനിവിടെ ദുബായിന്ന് വിളിക്കാം. ഓക്കെ സയ്യിദ്, ഞാൻ കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. സാറ്, പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയ സമയത്ത് ഓക്കെ പാൻ കാർഡിന് അപ്ലൈ ചെയ്തിരുന്നു അവിടെ. ഓക്കെ, ധനലക്ഷ്മി ബാങ്ക് ത്രൂ ആണ് അപ്ലൈ ചെയ്തത്. ഓക്കെ. അപ്പോ അത് കഴിഞ്ഞ് ഒരു 10-14 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവർ കിട്ടുമെന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോ പാർസല് വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാൻ ഇന്ത്യ പോസ്റ്റിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് ട്രാക്ക് ചെയ്തു. ഓക്കെ. ട്രാക്ക് ചെയ്തപ്പോൾ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ട് അത് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല, അത് തിരിച്ചയച്ചു. അത് എന്താണെന്നറിയോ, അതിൽ ഒരു കാര്യം എന്താ അറിയോ, താങ്കൾക്കും അതുപോലെ മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ, പ്രത്യേകിച്ചും ഇൻകം ടാക്സിൽ നിന്ന് വരുന്ന ഇത്തരം ഡോക്യുമെന്റുകൾ ഈ വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിലേ കൊടുക്കുള്ളൂ. ആ വ്യക്തി ഇല്ലെങ്കിൽ മറ്റൊരാളെ കയ്യിൽ കൊടുക്കില്ല. അത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപേക്ഷ കൊടുത്ത് നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിലുള്ള ഒരാളെ ഓതറൈസ് ചെയ്തിട്ട് ആ ഓതറൈസേഷൻ ലെറ്റർ നമ്മുടെ പോസ്റ്റ് ഓഫീസ് പോസ്റ്റൽ മാനേജറുടെ കയ്യിൽ, പോസ്റ്റ് മാസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന എല്ലാ തപാൽ ഉരുപ്പടികളും എൻ്റെ വീട്ടിലുള്ള ഇന്ന ആളുകളുടെ വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ലെറ്റർ കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ സ്പെസിമെൻ സിഗ്നേച്ചറും അതിൽ വെക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരില്ല. ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നതാണ്. അതേസമയത്ത് ഇപ്പോൾ താങ്കളെപ്പോലുള്ള ഇവിടെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഓഫീസ് പാൻ കാർഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ എടുത്താൽ ഞങ്ങൾ ഈ ആളെ വിളിച്ച് നേരിട്ട് കയ്യിൽ ഏൽപ്പിക്കും. ഇങ്ങനെ പോസ്റ്റലായിട്ട് വരുന്ന പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഒന്നിച്ചിവിടെ വരും. വന്നു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും നേരിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഹ്രസ്വമായ ലീവിനൊക്കെ നാട്ടിൽ പോകുന്ന ആളുകൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാതിരിക്കലാണ് നല്ലത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനം ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ ആ സാധനം ഉള്ളത് വെസ്റ്റ് ബംഗാളിലെ ഒരു പോസ്റ്റ് ഓഫീസിലാണ്. അതെനിക്ക് എങ്ങനെ റിട്രീവ് ചെയ്യാൻ പറ്റും? അത് പോസ്റ്റൽ, എനിക്ക് അതിൻ്റെ സംവിധാനത്തെ പറ്റി ഞാൻ അത്ര പരിജ്ഞാനമുള്ള വ്യക്തിയല്ല ആ കാര്യത്തിൽ. അതിൽ ആ താങ്കൾക്ക് ട്രാക്ക് ചെയ്യാൻ സാധിച്ച സ്ഥിതിക്ക് അവർക്കൊരു റിക്വസ്റ്റ് അയക്കുക. അതെ, അല്ല, അതൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ആ നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അത് വെച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ നാട്ടിൽ വെച്ച് തന്നെ ചെയ്യണത്. ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ എന്തായാലും അത് കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങളെ ഓഫീസായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കൂ. ഇവിടെ ഒന്ന് വല്ലതും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവർ വേണ്ട സഹായം ചെയ്യും, ഇവിടെ സാധിക്കുന്നതാണെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ താങ്കൾ നാട്ടിൽ പോയിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോഴും ഇവിടുന്ന് വല്ല സഹായം ചെയ്താൽ തന്നെ ഇത് ഒരിക്കലും ഇങ്ങോട്ട് വരലുണ്ടാവില്ല, വീണ്ടും നാട്ടിലേക്കേ വരുള്ളൂ. നാട്ടിലേക്ക്. അതെ, പക്ഷേ സാർ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ആദ്യം അവിടെ എല്ലാം ഓതറൈസ് ഒക്കെ ചെയ്യിപ്പിച്ചതാണ്. ഞാൻ നാട്ടിലുള്ള സമയത്ത് തന്നെയാണ് വന്നിട്ട് തിരിച്ചു പോയത്. ഓതറൈസേഷൻ അതെങ്ങനെ സംഭവിക്കുക? താങ്കൾ അവിടെ ഉള്ളപ്പോ? അല്ല, അത് താങ്കൾ പോസ്റ്റ് ഓഫീസിൽ പോയിരുന്നില്ലേ? പോയിരുന്നു. അവരുമായിട്ടൊക്കെ ക്ലിയർ ചെയ്തു. അപ്പൊ അവര് പറഞ്ഞെന്താന്ന് വെച്ചാൽ അന്നത്തെ ദിവസം എന്തോ നിർഭാഗ്യവശാല് ആ പോസ്റ്റ്മാൻ ലീവിലായിരുന്നു, പകരം വേറെ ആള് താൽക്കാലിക അടിസ്ഥാനത്തിലുണ്ടായിരുന്നു. അല്ല, അതുകൊണ്ടൊന്നും സംഭവിക്കില്ല. അതല്ല, ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതല്ല ഇതെല്ലാം. എന്തായാലും ഇനിയൊരു ശ്രമം നടത്തി നോക്കൂ. കേട്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഹലോ ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. പറയൂ. കുമാർ ഷംസുദ്ദീൻ ആണ്, കേൾക്കുന്നുണ്ട്. എന്താണ്, പറയൂ. എവിടുന്നാ വിളിക്കുന്നത്? ഈ അബുദാബിന്ന് ഈ പാൻ കാർഡിലെ ത്രൂ ഈ ലോക്കൽ നമ്മ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ റിട്ടേൺസ് ഫയൽ ചെയ്യണമെങ്കിൽ ലോക്കൽ നമ്മ റെന്റൽസ് ഉണ്ടെങ്കിൽ വരുന്നുണ്ട് ഇന്ത്യയില്. അതെ, ലോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് തരത്തിലുള്ള റിട്ടേൺ ആണ് ഉദ്ദേശിച്ചത്? റിട്ടേൺസ് ഒക്കെ റെന്റൽ റിട്ടേൺസ് ഒക്കെ ഉണ്ട്. അല്ലെ, റെന്റ്. ഓക്കെ. അതെ, അപ്പൊ അതിന്റെ ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ? എത്ര ഇൻകം കിട്ടുന്നുണ്ട് ടോട്ടൽ ഒരു വർഷത്തില്? ഓൾമോസ്റ്റ് ഒരു 3 lakhs പ്ലസ്. 3 lakhs ഉണ്ടെങ്കിൽ താങ്കൾ റിട്ടേൺ ഫയൽ ചെയ്യണം. മാത്രമല്ല, താങ്കൾക്ക് അതിൽ നിന്ന് ടാക്സ് അറ്റ് സോഴ്സ് TDS പിടിച്ചിട്ടായിരിക്കും താങ്കൾക്ക് റെന്റ് കിട്ടുന്നത്.
അപ്പോൾ 2 ലക്ഷം റുപ്യ വരെ ഉള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ താങ്കളെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്നത് 3 ലക്ഷത്തിനും ടാക്സ് പിടിച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കോപ്പി താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈനിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അതല്ല അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കാണുക, ഈ ഡോക്യുമെൻ്റ് എല്ലാം അദ്ദേഹത്തിന് ഏൽപ്പിക്കുക. അപ്പോൾ അദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്യും. അപ്പോൾ ആദ്യത്തെ 2 ലക്ഷത്തിന് പിടിച്ചിട്ടുള്ള ടാക്സ് താങ്കൾക്ക് റീഫണ്ട് കിട്ടും. ബാക്കി വരുന്ന 1 ലക്ഷം റുപ്യയ്ക്ക് 10% മാത്രമേ ഇൻകം ടാക്സ് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ താങ്കൾക്ക് അതുകൊണ്ട് വളരെയധികം ലാഭം കിട്ടും. ഇപ്പോഴ് താങ്കൾക്ക് സംഭവിച്ചിട്ടുണ്ടാവുക വലിയൊരു സംഖ്യ ടാക്സ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ താങ്കൾക്ക് അത് തിരിച്ചു കിട്ടും. താങ്കൾ 3 ലക്ഷമാണ് താങ്കളുടെ ഇൻകം എങ്കിൽ താങ്കൾ കൊടുക്കേണ്ടത് ജസ്റ്റ് 10,000 മാത്രമേ ഉള്ളൂ. അല്ല, താങ്കൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞല്ലോ. ടാക്സ് അറ്റ് സോഴ്സ് കൊടുത്തിട്ടില്ലേ? അല്ല, ആരാണോ താങ്കൾക്ക് ടാക്സ് ഇതിന്റെ റെന്റ് ആരാണോ തരുന്നത് അവിടെയാണ് അവർ പിടിക്കുക. അപ്പൊ അതിന്റെ പേപ്പർ അവരോട് ചോദിക്കണം. അപ്പൊ താങ്കൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉള്ളത് പോലും താങ്കൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ആളുകൾ ഇപ്പോൾ താങ്കൾ വിളിച്ചുകൊണ്ട് പറയണ നമ്മൾ പ്രവാസികൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നമ്മളെ തലയിൽ വരും. ഒരു പ്രശ്നവും വരില്ല. ഇതൊക്കെ ചെയ്യാതെ വെറുതെ ആവശ്യമില്ലാതെ നമ്മളുടെ പണം നഷ്ടപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 5,000 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇതെല്ലാം താങ്കൾക്ക് ചെയ്തു തരും നാട്ടിൽ. ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ ഇത്ര നേരം സംസാരിച്ചത് ബർജിയിൽ ജിയോജിത് സെക്യൂരിറ്റീസിന്റെ ഡയറക്ടറും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റിന്റെ ചെയർമാനും ശ്രീ KV ഷംസുദ്ദീനാണ്. അദ്ദേഹത്തിന്റെ കൂടുതൽ സേവനം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 050-6467-801 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 6467-801 അല്ലെങ്കിൽ kvshams@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാവുന്നതാണ്. ജീവിതരേഖ ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു മിസ്റ്റർ ഷംസുദ്ദീൻ. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.